2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സംസ്ഥാന ഫണ്ടുകൾ വൻതോതിൽ വെട്ടിക്കുറക്കാൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തിയതായിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുകയാണ്. കേന്ദ്ര നികുതിയിൽ നിന്നും സംസ്ഥാനങ്ങളുടെ ഓഹരി തീരുമാനിക്കുവാനുള്ള ചുമതല വഹിക്കുന്ന ധനകാര്യ കമ്മീഷന്റെ തലവൻ മോദിയുടെ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ പോവുകയാണ് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. അതടക്കം മോദി സർക്കാരിനെതിരെ ചില ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. നീതി ആയോഗിന്റെ ശക്തമായ വിയോജിപ്പ് തങ്ങളുടെ ആദ്യ ബജറ്റ് 48 മണിക്കൂറിനുള്ളിൽ പുനഃക്രമീകരിക്കാൻ മോദി സർക്കാരിനെ നിർബന്ധിതരാക്കിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടെ അവർ ആദ്യം ആസൂത്രണം ചെയ്ത പ്രകാരമുള്ള കേന്ദ്ര നികുതി നിലനിർത്തുന്നതിനായി വിവിധ ക്ഷേമ പരിപാടികൾക്കുള്ള ഫണ്ടിംഗ് വെട്ടിക്കുറക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതേസമയം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട നികുതി വിഹിതം സംബന്ധിച്ച നീതി ആയോഗിന്റെ ശുപാർശകളെ സ്വാഗതം ചെയ്യുന്നതായി മോദി പാർലമെന്റിൽ വ്യാജ അവകാശവാദം ഉന്നയിച്ചതായും കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയും നീതി ആയോഗ് ചെയർമാൻ വൈവി റെഡ്ഡിയും തമ്മിൽ നടത്തിയ പിന്നാമ്പുറ നീക്കങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നടക്കുന്നത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വി സുബ്രഹ്മണ്യമാണ്. പ്രധാനമന്ത്രിയും നീതി ആയോഗ് ചെയർമാൻ വൈവി റെഡ്ഡിയും തമ്മിൽ നടത്തിയ പിന്നാമ്പുറ നീക്കങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സുബ്രഹ്മണ്യമാണ്. സർക്കാർ ഇതര തിങ്ക് ടാങ്ക് സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക്സ് പ്രോഗ്രസ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ഇന്ത്യയിലെ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള സെമിനാറിൽ പാനലിസ്റ്റായി സംസാരിക്കുമ്പോഴായിരുന്നു മോദിക്കെതിരെ സുബ്രഹ്മണ്യം ഈ നിർണായക വിവരങ്ങൾ തുറന്നടിച്ച് സംസാരിച്ചത്. നീതി ആയോഗ് എന്ന സർക്കാർ തിങ്ക് ടാങ്കിന്റെ നിലവിലുള്ള CEO കൂടിയാണ് സുബ്രഹ്മണ്യം. ദേശീയ ബജറ്റ് രൂപീകരണ വേളയിൽ നടന്ന രഹസ്യ സാമ്പത്തിക ചർച്ചകളും കരുനീക്കങ്ങളും അടക്കമുള്ള വെളിപ്പെടുത്തലുകളും സുബ്രഹ്മണ്യം നടത്തുന്നുണ്ട്. ഇതാദ്യമായാണ് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തികം ചൂഷണം ചെയ്യാൻ പ്രധാനമന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നുവെന്ന് ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ പരസ്യമായി തുറന്നടിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചു നൽകുന്ന പണത്തിൽ തിരിമറികൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷവും നിരന്തരം ഉന്നയിച്ചിരുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ധനകാര്യം വളച്ചൊടുക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ തെളിവുകൾ സഹിതം പുറത്തുവിടുമ്പോൾ ഇത് മോദിക്കെതിരെ ആയുധമാക്കാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തുമെന്നതും ഉറപ്പാണ്. ഫെഡറൽ ബജറ്റുകളിൽ സത്യം അനേകം പാളികളായി മൂടപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നും സുതാര്യമെങ്കിൽ ഹിഡൻബർഗിനെ പോലെ അക്കൗണ്ടുകൾ തുറന്ന് കാണിക്കുമായിരുന്നുവെന്നും സുബ്രഹ്മണ്യം പറയുന്നുണ്ട്. ഫെഡറൽ ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കിക്കളഞ്ഞതെന്നും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പെരുപ്പിച്ച് കാണിക്കുന്നതിനായി അക്കൗണ്ടിംഗ് തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നതിനെ സംബന്ധിച്ചും മുൻ ജോയിന്റ് സെക്രട്ടറി വിശദമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്.